ഒരായുസ് മുഴുവനും തിരക്കും ജോലിഭാരവും പ്രാരാബ്ധവും പേറി അവനവനും ഇടയ്ക്ക് മറ്റുള്ളവർക്കും വേണ്ടി ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യർക്കിടയിൽ കുറച്ചു പേരെങ്കിലും തൻ്റെ ഒരു കയ്യൊപ്പ് ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോകാറുണ്ട്. അവരുടെ കാലശേഷവും തലമുറയായി അവരുടെ പേരും ചെയ്തികളും വാമൊഴിയായും അക്ഷരങ്ങളിലൂടെയും നമ്മൾ വായിച്ചും പറഞ്ഞും പലപ്പോഴും ഓർക്കാറും വാഴ്ത്താറുമുണ്ട്. അത്തരമൊരു വ്യക്തിത്വത്തെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് കഥയേടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തച്ചോളി മേപ്പയിൽ മാണിക്കോത്ത് കുഞ്ഞൊതേനൻ അഥവാ തച്ചോളി ഒതേനൻ. കഴിവുണ്ടായിരുന്നു. അതിൽ എല്ലാവരും പഠിച്ചാൽ കേമന്മാരാവണമെന്നില്ല. ഒതേനൻ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഒതേനൻ നല്ലൊരു അഭ്യാസിയായി. കോമ്പക്കുറുപ്പും അഭ്യാസിയായിരുന്നു. പക്ഷെ ഒതേനൻ്റെ അത്രയും പോരാ. 16-ാം നൂറ്റാണ്ടിൽ വടക്കൻ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു വീരനായകനായിരുന്നു തച്ചോളി ഒതേനൻ. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ഉദയനക്കുറുപ്പ് എന്നായിരുന്നു. കടത്തനാട് വടകരക്കടുത്തുള്ള മേപ്പയിൽ മാണിക്കോത്ത് വീട്ടിൽ പുതുപ്പണം ചീനം വീട്ടിൽ ദേശവാഴിയുടെയും ഉമ്മാട്ടിയമ്മയുടെയും 3 മക്കളിൽ രണ്ടാമനായി ജനനം. അദ്ദേഹം കേരളത്തിൻ്റെ പുരാതന ആയോധന കലയായ കളരിപ്പയറ്റ് ചെറുപ്പത്തിലേ അഭ്യസിച്ചു. തീയർ, നായർ തുടങ്ങിയ ജാതികളിൽ ഉള്ള കളരി അഭ്യാസികൾക്ക് ഉണ്ടായിരുന്ന സ്ഥാനപ്പേരാണ് കുറുപ്പ്. അതിൽ പടക്കുറുപ്പ് സ്ഥാനീയറായിരുന്നു തച്ചോളി മാണിക്കോത്ത്. ധൈര്യശാലിയും നിപുണനുമായ ഒരു തികഞ്ഞ അഭ്യാസിയായും ആരോരുമില്ലാത്തവർക്ക് ഒരു സുഹൃത്തും ശത്രുക്കൾക്ക് ദയയില്ലാത്ത എതിരാളിയുമായി ഒതേനനെ ഐതിഹ്യം വാഴ്ത്തുന്നു. കോഴിക്കോട് ശക്തനായ സാമൂതിരി രാജാവ് പോലും ഒതേനനെ ബഹുമാനിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. മതിലൂർ ഗുരുക്കളായിരുന്നു ഒതേനൻ്റെ ഗുരു. ഒതേനൻ്റെ സന്തത സഹചാരിയായിരുന്നു കണ്ടാച്ചേരി ചാപ്പൻ. വഴിയൊഴിഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിൽ വീരനായ ചിണ്ടൻ നമ്പ്യാരുമായി അംഗം കുറിച്ചു എന്നും പയ്യംവെള്ളി ചന്തു എന്ന സുഹൃത്തു പറഞ്ഞു കൊടുത്ത പൂഴിക്കടങ്ങൻ അടവുപയോഗിച്ച് പൊന്നം കളരിയിൽ വെച്ച് ഒതേനൻ നമ്പ്യാരുടെ തലയറുത്തു എന്നും പറയപ്പെടുന്നു. ഒതേനനെ അംഗം വെട്ടി തോൽപ്പിച്ച തേവർ വെള്ളൻ എന്ന പുലയ അഭ്യാസിയെ ഒതേനൻ ഗുരുവായി സ്വീകരിച്ചു എന്നും തനിക്ക് വശമില്ലാത്ത വിദ്യകൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുത്തു എന്നതും മറ്റൊരു കഥ. തേവർ വെള്ളന് വേണ്ടി ഒതേനൻ പണി കഴിപ്പിച്ച ഒരമ്പലം വടകര ചാനിയം കടവ് റോഡിൽ തിരുവള്ളൂരിൽ ഇന്നും ഉണ്ട്. ഗോളക കാഴ്ചവെക്കുന്നത്. അതിൽ ഉത്സവ സമയത്തൊക്കെ പൂജ സമയത്ത്